ഇനി കുറച്ച് എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്യാം. എക്സാമ്പിൾസ് ഫസ്റ്റ് വൺ ഞാൻ എക്സ് എന്താണ് എക്സ് ഈക്വൽ ടു 1 2 3 4 5 6. ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്ന റിലേഷൻ എ ഡിവൈഡ്സ് ബി ആണ്. ഡിഫൈൻ എ റിലേഷൻ A related to B എന്താണ് ഈ A divides B. A divides B ആണെന്നുണ്ടെങ്കിൽ A യും B റിലേറ്റഡ് ആയിരിക്കും. അതാണ് ഇവിടെ ഡിഫൈൻ ചെയ്യാൻ പോകുന്ന റിലേഷൻ. ഡിഫൈൻ ചെയ്ത റിലേഷൻ. ഇനി നോക്കാം, ഇവിടുത്തെ ഡിവൈഡ്സ് ആണ്. അപ്പോൾ 1 എന്ത് ചെയ്യും? എല്ലാ എലമെന്റ്സിനെയും ഡിവൈഡ് ചെയ്യും. 1 1 ഡിവൈഡ് ചെയ്യും, 1 2 ഡിവൈഡ് ചെയ്യും, 1 3 ഡിവൈഡ് ചെയ്യും, 1 4 ഡിവൈഡ് ചെയ്യും, 1 5 ഡിവൈഡ് ചെയ്യും, 1 6 ഡിവൈഡ് ചെയ്യും. അതുപോലെ 2 4 ഡിവൈഡ് ചെയ്യും, പിന്നെ 2 6 ഡിവൈഡ് ചെയ്യും, പിന്നെ 3 എന്താണ് 6 ഡിവൈഡ് ചെയ്യും അല്ലേ? ഇത്രയേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ഇതിനെ വരക്കാൻ പോകുന്നൊരു ഫോം ഉണ്ട്. അതിൽ നമ്മൾ ഹാഷ് ഡയഗ്രം പോലെ നമ്മൾ ഈ സെക്ഷൻ്റെ ലാസ്റ്റിൽ പറയും കേട്ടോ. ഹാഷ് ഡയഗ്രം എന്നുള്ള ടേം യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നോക്കാം, ഇവിടെ 4 6 ആണ് പിന്നെ വന്നിട്ടുള്ള ആൾക്കാർ അല്ലേ? അപ്പോൾ അവരെല്ലാം ആൾക്കാരെ ഞാൻ എഴുതാൻ പോകുന്നത് 2 3 5. ഈ 2 ആരെ ഡിവൈഡ് 4 ചെയ്യും. ഇപ്പോൾ 2 4 റിലേറ്റഡ് ആണ്. പിന്നെ 2 6 ചെയ്യും. ഓക്കെ, ഇതാണ് എൻ്റെ ഡയഗ്രം വരിക. അപ്പോൾ ഇവിടെ നോക്കാം, പിന്നെ ഇനി അങ്ങോട്ടില്ലല്ലോ. അപ്പോൾ 4 ആണ്, 4ഉം 6ഉം 5ഉം ആണ് ഇവിടുത്തെ മാക്സിമൽ എലമെന്റ്സ്. Maximal elements 4 5 6. okay, ഇവിടെ മാക്സിമം എലമെന്റ് ഇല്ല. കാരണം നമുക്ക് ഒരാൾ എന്ന് പറഞ്ഞിട്ട് പറയാനില്ലല്ലോ. സെറ്റിലെ എല്ലാ എലമെന്റ്സും അയാളെക്കാൾ ചെറുതായിരിക്കണമെന്നല്ലേ മാക്സിമം എന്ന് പറഞ്ഞാൽ. അപ്പോൾ മാക്സിമൽ പറഞ്ഞാൽ എന്താണ് എയിനെ എന്താണ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു എ ആണെന്നുണ്ടെങ്കിൽ എയും എക്സും ഈക്വൽ ആയിരിക്കും ഉള്ളത് അല്ലേ? അപ്പോൾ ഇവിടെ മാക്സിമം എലമെന്റ്സ് ആണ് 4 5 6. ഇവിടെ മാക്സിമം എലമെന്റ് ഇല്ല. മാക്സിമം എന്ന് പറയുമ്പോൾ ഒറ്റ ആളെ പറയും അല്ലേ? മാക്സിമം എലമെന്റ് ഇല്ല, നോ മാക്സിമം. വേറൊരു എക്സാമ്പിൾ നോക്കാം. മാറ്റിയിട്ട് 10 വരെ 6 7 8 9 10. ഇതാണ് നമ്മുടെ സെറ്റിങ്സ്. ഇവിടെ എ റിലേറ്റഡ് ടു ബി ആണെങ്കിൽ ഈ എ ഡിവൈഡ്സ് ബി ആണെങ്കിൽ എയും ബിയും റിലേറ്റഡ് ആയിരിക്കും. എ ഡിവൈഡ്സ് ബി തന്നെയാണ് ഇവിടുത്തെ റിലേഷൻ. ഓക്കെ, ഇനി നോക്കാം, നമ്മൾ 1 എല്ലാ എലമെന്റ്സിനും ഡിവൈഡ് 1 2 1 3 ഡിവൈഡ് ചെയ്യണം, 4 1 5 ഡിവൈഡ് 6 1 10 വരെ നമ്മൾ ഡിവൈഡ് ചെയ്യും അല്ലേ? 2 എടുക്കുക, 2 ആര് ഡിവൈഡ് 4 ഡിവൈഡ് ചെയ്യും, 2 6 ചെയ്യും, 2 8 ചെയ്യും, 2 10 ചെയ്യും അല്ലേ? 3 ആർക്ക് ചെയ്യും 6 3 9 എത്രയുള്ളൂ 4 8 ചെയ്യും, പിന്നെ 5 10 ചെയ്തു, 6 അവിടെ അങ്ങോട്ടില്ല. അപ്പോൾ നമ്മളിവിടെ ആ ഒരു ഡയഗ്രാം വരക്കാണെന്നുണ്ടെങ്കിൽ പിന്നെ വന്നിട്ടുള്ള ആൾക്കാർ 4 6 8 9 10 അല്ലേ? പിന്നെ എന്താണ് വേറെ ആൾക്കാർ 5 2 3 7 2 3 5 7. അപ്പോൾ നമ്മൾ 5നെ എഴുതി, 7 അവിടെ എഴുതി, 2 3 ഇവിടെ എഴുതാൻ പറ്റുന്നത് വെച്ചാൽ ഇവിടെ ഇവർക്ക് കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ലൈക്ക് 3 കുറേ ഡിവൈഡ് ചെയ്യും ഇവിടെ എഴുതാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ 5 ആരെ ഡിവൈഡ് ചെയ്യും 10 ഡിവൈഡ് ചെയ്യും, 7 ആരും ചെയ്യില്ല. പിന്നെ 2 4 ചെയ്യും, പിന്നെ 6 9
2 ആഡ് ചെയ്യും 6 ചെയ്യും, 3 ആഡ് ചെയ്യും 9 ചെയ്യും, 3 ചെയ്യും 6 ചെയ്യും, പിന്നെ 4 എന്താണ് 8 ചെയ്യും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഡയഗ്രം വരിക. അപ്പോൾ ഇവിടെ മാക്സിമൽ എലമെൻറ്റ്സ് ആണ് 10, 8, 6, 9, 7. ഓക്കെ, മാക്സിമം എലമെൻറ്റ് ഇവിടെ ഇല്ല. ഇനി നമ്മൾ അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. എക്സ് എന്ന് പറഞ്ഞാൽ n യൂണിയൻ 0, അതായത് നമ്മുടെ ഹോൾ നമ്പേഴ്സ്, അവിടെ a ഡിവൈഡ്സ് b തന്നെയാണ് റിലേഷൻ ഉണ്ടെങ്കിൽ അവിടെ മാക്സിമൽ എലമെന്റ് എന്താണ്? മാക്സിമം എലമെന്റ് എന്താണ്? 0 ആണ്. 0 എല്ലാവരും എന്താണ് ഡിവൈഡ് ചെയ്യും അല്ലേ? 0 ആണ് അവിടെ മാക്സിമം എലമെന്റ്. വേറൊരു എക്സാമ്പിൾ നോക്കാം. ഒരു പാർഷ്യൽ ഓർഡേർഡ് സെറ്റ് ആണ്. A എന്ന് പറഞ്ഞ സെറ്റ് 1, 1/2, 1/3 etc. സുപ്രീമം A 1, ഇൻഫിമം A 0 അല്ലേ? ഇവിടുത്തെ എന്താണ് സുപ്രീം ആരാണ്? 1, ഇൻഫിം ആരാണ്? 0. ഇനി അടുത്തൊരു തിയറം ഉണ്ട് കേട്ടോ. ഒരു ഇമ്പോർട്ടൻ്റ് തിയറാണ്. നമുക്ക് ആ എക്സാമ്പിൾ തന്നെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. നമ്മളിവിടെ എന്താണ് ഹാഷ്ടാഗൊക്കെ വെച്ച് തന്നിട്ട് നമുക്ക് കുറേ മാക്സിമൽ എലമെൻസിനെ കിട്ടി. അവിടെ ഒന്നും മാക്സിമം ഉണ്ടായിരുന്നില്ല അല്ലേ? അപ്പോൾ ആ മാക്സിമം ഉണ്ടാവാനുള്ള കണ്ടീഷന് എന്നുള്ള രൂപത്തിൽ നമ്മൾ ഈ തിയറം നോക്കുക. ലെറ്റ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എ പാർഷ്യലി ഓർഡർഡ് സെറ്റ് ആണ്. And A is a non-empty. A is a non-empty. A is a non-empty finite subset of X. Then A has at least one maximal element. At least one maximal element. Also A has a maximum element if and only if it has a unique maximal element. Unique maximal element. നോക്കുക, ഇതൊരു പാർഷ്യലി ഓർഡേർഡ് സെറ്റ് ആണ്. എ എന്ന് പറഞ്ഞാൽ ഒരു നോൺ എംപ്റ്റി ഫൈനൈറ്റ് സബ്സെറ്റ് ആണ് എക്സിന്റെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫൈനൈറ്റ് സബ്സെറ്റ് ആണെങ്കിൽ ഈ എക്ക് അറ്റ്ലീസ്റ്റ് ഒരു മാക്സിമൽ എലമെന്റ് എങ്കിലും ഉണ്ടാകുമെന്ന് പ്രൂവ് ചെയ്യണം. ആദ്യം ഒരു കേസ് ടെസ്റ്റ് നമ്മൾ എന്താണ്, ഇതൊരു പാർഷ്യലി ഓർഡേർഡ് സെറ്റ് ആണ്. എ എന്ന് പറഞ്ഞാൽ നോൺ എംപ്റ്റി ഫൈനൈറ്റ് സബ്സെറ്റ് ആണ് എക്സിന്റെ. എക്ക് അറ്റ്ലീസ്റ്റ് വൺ മാക്സിമൽ എലമെന്റ് ഉണ്ടെന്ന് ഫസ്റ്റ് പ്രൂവ് ചെയ്യണം. ഓൾസോ എക്ക് ഒരു മാക്സിമം എലമെന്റ് ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? If and only it has a unique maximal element. Maximum element ഒന്നാണെന്നുണ്ടെങ്കിൽ അവിടെ unique maximal element. Maximal element unique ആണെന്നുണ്ടെങ്കിൽ അവിടെ maximum element ഒന്നുണ്ടാവുള്ളൂ. ഓക്കെ, അതിന്റെ പ്രൂഫ് നോക്കുക. നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഇവിടെ അറ്റ്ലീസ്റ്റ് വൺ മാക്സിമൽ എലമെന്റ് എങ്കിലും ഉണ്ടെന്ന് പറയണം. പിന്നെ നമ്മൾ ഈ ഫാനോളിയിൽ പ്രൂവ് ചെയ്യണം. ഇവിടുന്ന് അങ്ങോട്ടും പ്രൂവ് ചെയ്യണം, അവിടെ നിന്ന് ഇങ്ങോട്ടും പ്രൂവ് ചെയ്യണം. ഓക്കെ, പ്രൂഫ് നോക്കാം. Let
there exists an element x2 and x2 in A such that x1 less than x2 പറയാം അല്ലേ. x1 ഞാൻ എഴുതുന്നു, x1 അവിടെ മാക്സിമൽ എലമെന്റ് അല്ല, അപ്പോൾ അവിടെ എന്ത് ചെയ്യും, x2 എക്സിസ്റ്റ് ചെയ്യും, x1 less than x2 ആയിട്ട്. അപ്പോൾ x2 അടുത്ത് നമ്മൾ പറയുകയാണെങ്കിൽ if x2 എന്താണ്, is not a maximal element, not a maximal element, x2 അവിടെ മാക്സിമൽ എലമെന്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, there exists an x3 in A, x3 in A such that എന്താണ് x1 less than x2 less than x3 എന്ന് പറയും. ഓക്കെ, ഇതേ രൂപത്തിൽ നമ്മൾ ഇതിനെ കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ we get x1 less than x2 less than x3 less than etc എന്ന് കിട്ടും അല്ലേ. x1 നെ ഞാൻ എഴുതിട്ടു, x1 അവിടെ മാക്സിമൽ എലമെന്റ് അല്ല, അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു x2 എക്സിസ്റ്റ് ചെയ്യും, x1 less than x2 ആയിട്ട്. നമ്മൾ പറഞ്ഞു ഈ x2 എന്താണ് മാക്സിമൽ എലമെന്റ് അല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു x3 എക്സിസ്റ്റ് ചെയ്യും, x1 less than x2 less than x3 ആയിട്ട്. അങ്ങനെ നമ്മൾ ഈ പ്രോസസ് കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് x1 less than x2 less than x3 less than etc എന്ന് കിട്ടും. ഓക്കെ, ഇനി അവിടെ ഇനി എന്താണ് ഈ ഇതിന്റെ ഇമ്പോർട്ടൻസ് വരാൻ പോകുന്നത്, അതായത് ഈ സെറ്റ് ഫൈനൈറ്റ് ആണ് അല്ലേ. ഫൈനൈറ്റ് ആണെന്നുണ്ടെങ്കിൽ since A finite, since A is finite, A finite ആയതുകൊണ്ട് ഈ പ്രോസസ് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സ്റ്റേജിൽ എൻഡ് ചെയ്യണം അല്ലേ. this process must stop at some stage. Okay, A എന്നുള്ള സെറ്റ് ഫൈനൈറ്റ് ആയതുകൊണ്ട് ഈ പ്രോസസ്സ് ഏതെങ്കിലും ഒരു സ്റ്റേജിൽ എൻഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് അപ്പോൾ ഇതിൽ എന്താണ് ഏതെങ്കിലും ഒരു മാക്സിമൽ എലമെന്റ് ആയി പറ്റും ഏതെങ്കിലും ഒരു അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, we get a maximal element. നമ്മുടെ ഫസ്റ്റ് കാര്യമായോ, A has at least one maximal element എന്നുള്ളത് കിട്ടി അല്ലേ. ഇനി നമുക്ക് ഈ സാധനങ്ങളിലേക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സപ്പോസ് ഫസ്റ്റ് ഞാൻ എടുക്കുകയാണ്, A has a maximal element എടുക്കുകയാണ്. ഇത് പ്രൂവ് ചെയ്യേണ്ടി അവിടെ മാക്സിമൽ എലമെന്റ് യൂണീക്ക് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ സപ്പോസ് A has maximum element say x, അതിനെ നമ്മൾ x എന്ന് വിളിച്ചു. then it is also maximum element ആണ് x. അപ്പോൾ എന്താണ് മാക്സിമൽ എലമെന്റ് കൂടിയാണ് അല്ലേ. then it is also a maximal element. okay, now നമുക്ക് എന്താ ഷോ ചെയ്യേണ്ടത്, now we have to show that A has a unique maximal element. Unique maximal element. അല്ലേ, എന്തെടുത്തു, എക്ക് മാക്സിമം എലമെന്റ് ഉണ്ട്, അതിന് ഞാൻ എക്സ് എന്ന് വിളിച്ചു. അതെന്താണ്, ഒരു മാക്സിമൽ എലമെന്റ് കൂടിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് പറയണം, അവിടെ യുണീക്ക് ആണ് മാക്സിമൽ എലമെന്റ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ യുണീക്നെസ് പ്രൂവ് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യണം, വേറെ ഒരാൾ കൊടുക്കണം അല്ലേ. ലെറ്റ് അയാളും നമ്മൾ എക്സും ഈക്വൽ ആണെന്ന് പറഞ്ഞത്. ലെറ്റ് y be another maximal element. അപ്പോൾ എനിക്ക് എന്ത് പറയാം, y എന്ന് പറഞ്ഞാൽ വേറൊരു മാക്സിമൽ എലമെന്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ x less than or equal to y കിട്ടിയില്ലേ. വേറെ ഒരു കാര്യം എന്താണ്, ഓൾസോ നമുക്ക് എന്താ അറിയാം, y less than or equal to x അല്ലെങ്കിൽ കാരണം എന്താണ്, x എന്താണ് മാക്സിമം അല്ലേ. x is maximum. ഓക്കെ, നോക്കാം, എക്ക് മാക്സിമം എലമെന്റ് എക്സ് കിട്ടും. അതെന്താണ് മാക്സിമൽ എലമെന്റ് കൂടിയാണ്. നമുക്ക് ഷോ ചെയ്യണം അവിടെ യുണീക്ക് ആയിട്ടുള്ള മാക്സിമൽ എലമെന്റ് ഉണ്ടെന്ന് പറയണം. ഇനി വേറൊരു വൈകിന്റെ വേറെ മാക്സിമൽ എലമെന്റ് ആയിട്ട് വൈ കിട്ടും. അപ്പോൾ എനിക്ക് എക്സ് ലെസ് ദാൻ or y കിട്ടും. പക്ഷെ നമ്മൾ ഓൾറെഡി എന്താണ് ഈ എക്സ് മാക്സിമം എലമെന്റ് ആണ്. നമുക്ക് വൈ ആ മാക്സിമം എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇതിനേക്കാൾ ഹൈ അല്ലേ ബാക്കിയുള്ളവർ വരാം. അപ്പോൾ എന്താണ് y less than or equal to x.
y എന്തായോ അപ്പോൾ എന്താണ് x less than equal to y, y less than equal to x എന്ന് കൂട്ടി നമുക്ക് എന്ത് പറയാം implies x equal to y എന്ന് പറയാം. അപ്പോൾ thus maximal element is unique. Maximal element is unique. നമ്മുടെ ഇതിന്റെ if and only ifന്റെ ഒരു ഭാഗം അല്ലേ. ഇനി നമ്മൾ ഇതിന്റെ കോൺവേഴ്സ് പാർട്ട് പ്രൂവ് ചെയ്യണം. ഇത് വായിക്കട്ടെ. Conversely, നമുക്ക് എന്ത് അസ്യൂം ചെയ്യണം? മാക്സിമൽ എലമെന്റ് യൂണീക്ക് ആണെന്ന് എടുക്കാൻ പോവാണ്. അപ്പോൾ എനിക്ക് എന്ത് കിട്ടണം? അതിന് ഏത് ഒരു മാക്സിമം എലമെന്റ് ഉണ്ടാവുന്ന ഒരു മാക്സിമം എലമെന്റ് കിട്ടണം അല്ലേ. അപ്പോൾ conversely assume that A has a unique maximal element say x. Okay, നമ്മൾ അസ്യൂം ചെയ്തത് എന്താണ്? എക്ക് മാക്സിമൽ യൂണീക്ക് മാക്സിമൽ എലമെന്റ് ഉണ്ട്, ഇതിനെ x എന്ന് വിളിച്ചു. ഇനി എനിക്ക് ഷോ ചെയ്യുന്നത് എന്താണ്? we have to show that maximum of A is x എന്ന് പറയും അല്ലേ. ഇതാണ് പ്രൂവ് ചെയ്തത്. അപ്പോൾ ഞാൻ എന്ത് എടുക്കും? if x is not a maximum, ഇതിന് കോൺട്രഡിക്ഷൻ കിട്ടിയ പോലെ x മാക്സിമം അല്ലാതെ ഞാൻ എടുത്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ then there exists x1 in A such that x1 is not comparable with x. It's not comparable with x. ഇനി അഥവാ x ആയിട്ട് കമ്പയറബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? x less than equal to x എന്ന് പറയേണ്ടി വരുമല്ലോ അല്ലേ. അപ്പോൾ എന്താണ് ഞാൻ x എന്താണ് മാക്സിമം അല്ല എന്നിട്ടു. അപ്പോൾ ഇത് അവിടെ ഒരു x1 ഉണ്ടാവും, x-നോട് കമ്പയറബിൾ അല്ലാത്തൊരു x1 ഉണ്ട്. ഇനി x1 എന്താണ്? if x1 is not a maximal element of A, then there exists x2 in A such that x1 less than x2. Okay, x1 എടുത്തു, അതെന്താണ് x1 അല്ല മാക്സിമം എലമെന്റ് അല്ല നിൽക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ x2 അവിടെ എക്സിസ്റ്റ് ചെയ്യും, x ആയിട്ട് കമ്പയറബിൾ അല്ല എന്നുള്ളൂ. ഓക്കെ, x ആയിട്ട് കമ്പയറബിൾ അല്ല എന്നുള്ള x2 ആയിട്ട് കമ്പയറബിൾ ആണ്. ഓക്കെ, x1 less than x2 ഇവിടെ x2 ഇതില്ലേ. ഈ അടുത്ത സ്റ്റെപ്പിൽ നമ്മുടെ x2 എന്താണ് ഇങ്ങനെ കമ്പയറബിൾ അല്ല വിത്ത് x നിൽക്കുകയാണ്. x2 is not comparable with x. Okay, അടുത്തത് x3 എടുക്കും, പിന്നെ x4 എടുത്തു. ഇപ്പോൾ നമ്മളിങ്ങനെ പ്രോസസ് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? x1 less than x2 അങ്ങനെ കണ്ടിന്യൂ ചെയ്യാണെങ്കിൽ x2 less than x3 less than etc xn അല്ലേ. കാരണം എന്താണ് നമുക്ക് ഇതൊരു ഫൈനൈറ്റ് അല്ലേ, അപ്പോൾ നമുക്ക് ഈ രൂപത്തിൽ കിട്ടും അല്ലേ. അപ്പോൾ ഇവരാരും എന്താണ് x ആയിട്ട് കമ്പയറബിൾ അല്ല. none of which is comparable with x.
ആദ്യം നമ്മൾ എന്ത് ചെയ്തു, എക്ക് ഒരു യൂണീക്ക് മാക്സിമൽ എലമെന്റ് ഉള്ളൂ, അത് എക്സ് ആണ് എടുത്തു. നമുക്ക് ഷോ ചെയ്യേണ്ടത് എന്താണ്, അതിന്റെ മാക്സിമം എക്സ് ആണ്. അപ്പോൾ എക്സ് ആണ് മാക്സിമം എലമെന്റ് അല്ല എടുത്തു. അപ്പോൾ എന്താ അവിടെ ഒരു x1 എക്സിസ്റ്റ് ചെയ്തു, x1 x കമ്പയറബിൾ അല്ല. അപ്പോൾ അവിടെ ഒരു x1 എക്സിസ്റ്റ് ചെയ്തു. എന്താണ് അതും എന്താണ് x8 കമ്പയറബിൾ അല്ല, x8 ആണ്, x1 x2. നമ്മളൊരു x3 എടുക്കും. എന്താണ് അങ്ങനെ ഈ പ്രോസസ് കണ്ടിന്യൂ ചെയ്ത് ഫൈനൈറ്റ് ആണ്. x1 x2 എക്സെട്ര xn വെച്ചിട്ട് എൻഡ് ചെയ്യണം അല്ലേ. ഇങ്ങനെ ആരും എന്താണ് x8 കമ്പയറബിൾ അല്ല. ഇത് ഫൈനൈറ്റ് ആയതുകൊണ്ട് ഇതൊരു xn എന്ത് ചെയ്യണം, എൻഡ് ചെയ്യണം അല്ലേ. xn would be the above. Since A is finite, the sequence must terminate and hence some xn would be a maximal element of A. അതായത് ഇത് എവിടെയെങ്കിലും വെച്ചൊന്ന് സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ എന്താണ് നമുക്ക് പറയാം, ഇതിൽ ആരെങ്കിലും ഒരാൾ മാക്സിമൽ എലമെന്റ് ആയേ പറ്റുള്ളൂ. ഏതെങ്കിലും ഒരു എക്സിന്റെ മാക്സിമൽ എലമെന്റ് ആയേ പറ്റൂ, എക്സ് അല്ലാത്ത ഒരാൾ മാക്സിമൽ എലമെന്റ് ആയേ പറ്റുള്ളൂ അല്ലേ. ഓക്കെ, since A is finite, the sequence must terminate and hence some xn would be a maximal element of A different from x. x അല്ലാത്ത ഏതെങ്കിലും ഒരു x തന്നെ ആയേ പറ്റൂ. ഇത് കോൺട്രഡിക്ഷൻ അല്ലേ. കാരണം എന്താണ്, നമ്മൾ പറഞ്ഞിട്ടുണ്ട് എക്ക് ഒരേ ഒരു മാക്സിമൽ എലമെന്റ് ഉള്ളൂ എക്സ്. പക്ഷെ നമുക്ക് ഇവിടെ കിട്ടിയ എന്താണ്, ഈ എക്സിൽ ആരെങ്കിലും ഒരാൾ മാക്സിമൽ എലമെന്റ് ആയേ പറ്റൂ എന്ന് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇതിന് കോൺട്രഡിക്ഷൻ ആണ്, ഇതിന് കോൺട്രഡിക്ഷൻ ആണ്. ഓക്കെ, വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ. എന്തുകൊണ്ടാണ് കോൺട്രഡിക്ഷൻ കിട്ടിയത്, നമ്മൾ എന്താ സീൻ ചെയ്തോണ്ടാ, എക്സ് മാക്സിമം അല്ലാതെ എടുത്തോണ്ട്. ഓക്കെ, ഇതിനാണ് കോൺട്രഡിക്ഷൻ കിട്ടിയത്. സോറി, ഓക്കെ, നമ്മൾ എന്താണ് എടുത്തത്, എക്സെന്നിൽ ആർക്കെങ്കിലും ഒരാൾക്ക് മാക്സിമൽ എലമെന്റ് ആയേ പറ്റുള്ളൂ അല്ലേ. പക്ഷെ എന്താണ്, യൂണീക്ക് മാക്സിമൽ എലമെന്റ് ഉള്ളൂ. അപ്പോൾ കോൺട്രഡിക്ഷൻ കിട്ടി. അത് കിട്ടാൻ കാരണം നമ്മൾ എന്താണ് ഇത് എടുത്തോണ്ടാണ്, എക്സ് മാക്സിമം അല്ലാതെ എടുത്തോണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം therefore maximum of A is x. Maximum of A is x. അപ്പോൾ എന്തായി, പ്രൂഫ് ആയില്ലേ. ഓക്കെ, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പ്രൂവ് ചെയ്യും. Hence the proof. അപ്പോൾ എക്സാമ്പിൾ നോക്കാം. z less than or equal to ആണ് നമ്മുടെ പാർഷ്യൽ സെറ്റ്. A related to B, P, A divides B എന്നാണ് ഇവിടുത്തെ റിലേഷൻ. A എന്ന് പറഞ്ഞ സെറ്റ് 1 2 3 4 6 12. ഓക്കെ, ഇവിടെ നോക്കാം, 1 എല്ലാവരും ഡിവൈഡ് ചെയ്യും അല്ലേ. പിന്നെ 2 എന്താണ്, 2 4-നെ, 2 6-നെ, 2 12-നെ, പിന്നെ 3 6-നെ, 3 12-നെ. ഓക്കെ, അപ്പോൾ നോക്കാം, നമ്മൾ ആ ഇതൊന്ന് വെച്ചുകൊടുക്കാം. നോക്കുന്നത് 2 3 4
ഇവിടെ എന്താണ് മാക്സിമം അല്ലെങ്കിൽ യുണീക്ക് ആയതുകൊണ്ട് മാക്സിമം എന്താണ് 12 ആണ്. അതാണ് ഈ തിയറത്തിന്റെ ഒരു ബെനിഫിറ്റ്. അടുത്തൊരു ഡെഫിനിഷൻ നോക്കുക. കവർ ഓഫ് എക്സ്. Definition. Cover of X. Let X less than or equal to be a partially ordered set of the time, and let Y in X, then Y is said to be cover of X if X less than Y and there is no Z such that X less than Z and Z less than Y. Okay. എന്താ എക്സിന്റെ കവർ എന്ന് പറഞ്ഞാൽ അതായത് ഇപ്പോൾ Y എന്ന് പറഞ്ഞ ആള് എക്സിന്റെ കവേഴ്സ് എക്സിനെ കവർ ചെയ്യുന്നുണ്ടെന്ന് പറയാന്നുണ്ടെങ്കിൽ ഈ വൈൻ്റെ എക്സിന്റെ ഇടയിൽ വേറൊരു സെറ്റ് വരാൻ പാടില്ല. ഓക്കെ, അങ്ങനൊരു സെറ്റ് വരാൻ പാടില്ല. Y എക്സിന്റെ കവറാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഈ എക്സിന്റെയും വൈൻ്റെയും ബിറ്റ്വീനിൽ ഒരാൾ വരാൻ പാടില്ല. അതാണ് അവിടെ ബ്രാക്കറ്റ് കൊടുക്കുക. ദാറ്റ് ഈസ് Y covers X if and only if X less than Y and there is nothing between X and Y. Okay, ഇങ്ങനെ രണ്ട് കണ്ടീഷൻ അവിടെ ഉണ്ടാവാൻ പാടില്ല. എക്സാമ്പിൾസ് നോക്കാം. നമ്മൾ നാച്ചുറൽ നമ്പേഴ്സിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻറ്റീജേഴ്സിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പാർഷ്യലി ഓർഡർഡ് സെറ്റ് അല്ലേ, സെറ്റ് ആണ്. ഈച്ച് ഇൻറ്റീജർ n is covered by n plus 1. നമ്മൾ ഇൻറ്റീജേഴ്സിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇതിന്റെ ഇടയിൽ ഇപ്പോൾ സെറ്റ് അല്ലേ, അപ്പോൾ ഇത് 0 ഇല്ല 1 ഇല്ല 2, അത് ഇതിന്റെ ഇടയിൽ ആരുമില്ല, ഇൻ ബിറ്റ്വീനിൽ ആരുമില്ല അല്ലേ. അപ്പോൾ എന്താണ് ഇയാൾ കവർ ചെയ്യും, ഇയാളെ കവർ ചെയ്യും, ആ രൂപത്തിൽ നമുക്ക് പറയാം. അപ്പോൾ ഏതൊരു ടീച്ചർ n plus 1 കവർ ചെയ്യും പറയാം. അങ്ങനെ അതിൻ്റെ ഇടയിൽ വേറെ ആരുമില്ല. പക്ഷേ ഇതേ കാര്യം നമുക്ക് റിയൽ നമ്പേഴ്സിന്റെ കേസിൽ പറയാൻ പറ്റില്ല. കാരണം അവിടെ നമുക്ക് എന്താണ് ഇവിടെ വേറൊരാളുണ്ടാവും അല്ലേ, നമുക്ക് അവിടെ അടുത്ത ആളാരെന്ന് പറയാൻ കഴിയില്ല. ഓക്കെ, തൊട്ടടുത്ത് വേറെ ആരെയുണ്ടാവും. നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ 0ന് വേണ്ടി വികസിക്കുകയാണെന്നുണ്ടെങ്കിൽ 0നെ റിയൽ നമ്പേഴ്സിനാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഒരാളെ ഇതാണ് ഇതിൻ്റെ കവർ എന്ന് പറഞ്ഞ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് വേറെ ആളെ കണ്ടെത്താൻ പറ്റും, പിന്നെ ഇവിടെ വേറെ ആളെ കണ്ടെത്താൻ പറ്റും. ഓക്കെ, സെറ്റിൻ്റെ കേസിൽ നമുക്ക് അങ്ങനെ കണ്ടെത്താൻ പറ്റില്ല, 0 ഇല്ല 1 ആണ്. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റത്തെ എക്സാമ്പിൾ പറയുന്നത്. In Z less than equal to each integer n is covered by n plus 1 but the initial ordering on R no element cover any element. Okay, അടുത്തത് x less than equal to z is defined by a divides b തന്നെയാണ്. x covered by y ആണെന്നുണ്ടെങ്കിൽ and only x divides y and the ratio y by x is a prime. പ്രൊപ്പോസിഷൻ പറയുന്നത് let x less than or equal to be a partially ordered set and x in x let a equal to z in x x less than z, then an element y in x covers x
if and only if y is a minimal element of A. It's a minimal element of A. എന്താ പറയുന്നത്? x ലെസ് ദാൻ ഈക്വൽ ടു പാർഷ്യലി ഓർഡേർഡ് സെറ്റ് ആണ്. x ന്റെ x a എന്ന് പറഞ്ഞ സെറ്റ് ഡിഫൈൻ ചെയ്തു. y x നെ കവർ ചെയ്യുന്നുണ്ടെങ്കിൽ if and only if എന്താ y അവിടെ മിനിമൽ എലിമെന്റ് ആയിരിക്കും a ന്റെ. ഓക്കേ, x നെ y കവർ ചെയ്യുന്നുണ്ടെങ്കിൽ y യുടെ മിനിമൽ y മിനിമൽ എലിമെന്റ് ആണെന്നുണ്ടെങ്കിൽ തിരിച്ചു y x നെ കവർ ചെയ്യും. അടുത്ത ഡെഫിനിഷൻ നോക്കുക. ജോയിൻ V2 എന്താണ്? Let x less than definition. Let x less than or equal to be a partially ordered set, and let x comma y in x, then the supremum and infimum of the set x y are called the join and mean of x y respectively. Which is denoted by x of y സുപ്രീമും ഇൻഫിമത്തിനെ നമ്മൾ ജോയിന്റ് മീറ്റ് ഈ രണ്ട് രൂപത്തിലാണ് ഡിനോട്ട് ചെയ്യുക നമ്മളിതിനെ. ഓക്കെ, ഇനി അടുത്ത ലാറ്റിസ്. A partially ordered set. The definition: a partially ordered set in which every pair of elements has a meet and a join is called a lattice. A partially ordered set in which every pair of elements has a meet and join is called a lattice. The hash diagram of lattice is called a lattice diagram. അതാണ് നമ്മൾ കുറച്ച് മുമ്പ് കണ്ടിരുന്നത്. നമ്മൾ മാക്സിമലിലൊക്കെ പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരുന്ന ഡയഗ്രാം ഹാഷ് ഡയഗ്രാം. The hash diagram of a lattice is called a lattice diagram. എല്ലാ എലമെന്റ്സിനും നമുക്ക് എന്താ മീറ്റും ജോയിനും പാർഷ്യലി ഓർഡേർഡ് സെറ്റിലെ എല്ലാ പെയർ ഓഫ് എലമെന്റ്സിനും നമുക്ക് മീറ്റും ജോയിനും പറയാം. അതിന് നമ്മൾ ലാറ്റിസ് എന്ന് പറയും. ഇതിന്റെ ഹാഷ് ഡയഗ്രാം ഓഫ് ലാറ്റിസ് ആണ് നമ്മൾ ലാറ്റിസ് ഡയഗ്രം ആയിട്ട് പറയുന്നത്. ഫോർ എക്സാമ്പിൾ കൂടെ നോക്കാം. ലാറ്റിസ് ഡയഗ്രത്തിന്റെ മാക്സിമം പറയാൻ വേണ്ടി പറഞ്ഞുള്ളൂ. ഇപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. A എന്ന് പറഞ്ഞ സെറ്റ് A, B, C.
ഓഫ് എ വരും, ഇതിന്റെ ഓപ്പോസിറ്റ് എന്താ വരിക? എംപ്റ്റി സെറ്റ് വരും. പിന്നെ എ എന്ന് പറഞ്ഞ സെറ്റ് വരും, ബി വരും, സി വരും, പിന്നെ എ ബി വരും, ബി സി വരും, എ സി വരും, എ ബി സി. ഇവിടെ ഡിഫൈൻ ചെയ്യാൻ പോകുന്ന റിലേഷൻ ഡിഫൈൻഡ് ബൈ if and only if B subset of C. Okay. B subset of C ആണെന്നുണ്ടെങ്കിൽ ഈ B C റിലേറ്റഡ് ആയിരിക്കും എന്നുള്ളത് നോക്കാം. നമ്മൾ എന്ത് സെറ്റ് A എന്ന് പറഞ്ഞ സെറ്റ് B C ഇതിന്റെ സബ്സെറ്റ് അല്ലേ ഇത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ ഈ രൂപത്തിൽ പറയാം. എല്ലാത്തിൻ്റെ സബ്സെറ്റ് ആണ് എംപ്റ്റി, ബാക്കിയുള്ള വരും. ഓക്കെ, അപ്പോൾ എ ബി സി. ഇനി നോക്കാം, ഈ ബി എന്നുള്ള സെറ്റ് സിയുടെ സബ്സെറ്റ് ആണെന്നുണ്ടെങ്കിൽ എ ബി സി റിലേറ്റഡ് ആണ്. അപ്പം ഈ എ എന്നുള്ള സെറ്റ് ഏതിലേക്ക് സബ്സെറ്റാണ്? ഈ സെറ്റ് എ ബിയുടെ സബ്സെറ്റാണ്, സെറ്റ് എ സിയുടെ സബ്സെറ്റാണ്, സെറ്റ് എ ബി സിയുടെ സബ്സെറ്റാണ്. അപ്പോൾ അത് രണ്ടെണ്ണം ഉള്ളിൽ നോക്കാം. എന്താണ് എ ബി എ സി ബി സി. അപ്പോൾ എന്താണ് ഇങ്ങോട്ടും ഇങ്ങോട്ടും. ഇനി ബിൻ്റെത് ഇങ്ങോട്ട് വരും, ഇതിലും ഇതിലും. സിൻ്റെതോ ഇത് വരും അല്ലേ? ഓക്കെ, ഇനി നോക്കാം എ ബി സി. ഇതൊക്കെ എന്താണ് എ ബി സിയുടെ സബ്സെറ്റ് അല്ലേ? ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഹാഷ് ഡയഗ്രാം വരുന്നത്. സോറി, ലാറ്റ ഹാഷ് ഡയഗ്രാം ആണ് ലാറ്റിസ് ഡയഗ്രാം.